ചെറുപ്പം മുതലേ അവർ പരസ്പരം താങ്ങും തണലുമായിരുന്നു. അഞ്ജലിയുടെ കുസൃതികൾക്ക് അപ്പു കൂട്ടുനിന്നു. അപ്പുവിന്റെ വികൃതികൾക്ക് അഞ്ജലി വഴക്കു പറഞ്ഞെങ്കിലും ഒടുവിൽ അവനും കൂടെ ചിരിച്ചു. സൗഹൃദം പതിയെ പ്രണയമായി മാറി. പരസ്പരം പറയാതെയും പറഞ്ഞും അവരുടെ ഹൃദയങ്ങൾ കൂടുതലടുത്തു. ഭാവി ജീവിതത്തെക്കുറിച്ച് അവരൊരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ഒരേ കോളേജിൽ പഠിക്കണം, ഒരുമിച്ച് ജോലി നേടണം, സ്വന്തമായി ഒരു കൊച്ചുവീട് വെച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയത് പരസ്പരമുള്ള സ്നേഹമായിരുന്നു. കോളേജ് പഠനം കഴിഞ്ഞപ്പോൾ അപ്പുവിന് വിദേശത്ത് നല്ലൊരു ജോലി ലഭിച്ചു. അത് അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരു ചെറിയ വിള്ളലുണ്ടാക്കി. "നീ പോകണം അപ്പു, നമ്മുടെ ഭാവിക്കുവേണ്ടിയല്ലേ," അഞ്ജലി കണ്ണീരോടെ പറഞ്ഞു. "ഞാൻ നിനക്കുവേണ്ടി കാത്തിരിക്കും." വേദനയോടെയാണെങ്കിലും അവർ ആ വേർപാടിന് സമ്മതിച്ചു. അപ്പു പോയതിനുശേഷം അഞ്ജലിയുടെ ദിവസങ്ങൾ ശൂന്യമായി. ഫോൺ വിളികളും വീഡിയോ കോളുകളുമായിരുന്നു അവരുടെ ഏക ആശ്രയം. അകലങ്ങൾ അവരുടെ പ്രണയത്തെ കൂടുതൽ ദൃഢമാക്കുന്നു എന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ കാലം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പുവിന് ജോലിയുടെ തിരക്കുകൾ കൂടി. അഞ്ജലിക്ക് വീട്ടിൽ വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. "ഇനി എത്രകാലം കാത്തിരിക്കും മോളെ?" അമ്മയുടെ ചോദ്യം അഞ്ജലിയെ വല്ലാതെ വിഷമിപ്പിച്ചു. അവൾ അപ്പുവിനോട് സംസാരിച്ചു. "നമുക്കെത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം," അവൾ ആവശ്യപ്പെട്ടു. എന്നാൽ അപ്പുവിനപ്പോൾ തിരികെ വരാൻ കഴിഞ്ഞില്ല. പല കാരണങ്ങൾ, പല ഒഴിവുകഴിവുകൾ. കാത്തിരിപ്പ് നീണ്ടുപോയി. അഞ്ജലിക്ക് പതിയെ മനസ്സിലായി തങ്ങളുടെ പ്രണയം അകലങ്ങളിൽ മങ്ങിപ്പോവുകയാണെന്ന്. അപ്പു മാറിയിരുന്നു. പഴയതുപോലെ തനിക്കുവേണ്ടി സമയം കണ്ടെത്താനോ തന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അവന് കഴിഞ്ഞില്ല. അവന്റെ വാക്കുകളിൽ പഴയ തീവ്രത കുറഞ്ഞു. ഒരുപാട് വേദനയോടെ, ഒരുപാട് കണ്ണീരോടെ അവൾ ആ സത്യം അംഗീകരിച്ചു. ഒരു സന്ധ്യയിൽ അവർ ആദ്യമായി ഹൃദയം തുറന്ന് സംസാരിച്ച അതേ പുഴക്കടവിൽ വെച്ച് അവർ അവസാനമായി കണ്ടു. ഒരുപാട് പറയാനുണ്ടായിരുന്നിട്ടും വാക്കുകൾ കിട്ടാതെ അവർ നിന്നു. "എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ വയ്യ അഞ്ജലി," അപ്പുവിന്റെ ശബ്ദമിടറി. "നമ്മുടെ ജീവിതം വ്യത്യസ്ത വഴികളിലൂടെയാണ് പോകുന്നതെന്ന് തോന്നുന്നു." അഞ്ജലി ഒന്നും മിണ്ടിയില്ല. അവളുടെ മനസ്സിൽ ചെറുപ്പം മുതലുള്ള ഓരോ നിമിഷവും മിന്നിമറഞ്ഞു. കൈകോർത്ത് നടന്ന വഴികൾ, പങ്കുവച്ച സ്വപ്നങ്ങൾ, പറഞ്ഞ കഥകൾ എല്ലാം ഒരു മഴവില്ലുപോലെ മാഞ്ഞുപോകുന്നതുപോലെ അവൾക്കു തോന്നി. ഒടുവിൽ അവൾ തലയാട്ടി ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു. ആ പുഞ്ചിരിക്ക് 1000 കണ്ണീർക്കഥകളുടെ ഭാരമുണ്ടായിരുന്നു. അവർ വേർപിരിഞ്ഞു. അഞ്ജലി പിന്നീട് മറ്റൊരാളെ വിവാഹം കഴിച്ചു, അപ്പുവും. അവർക്കിപ്പോൾ അവരുടേതായ ജീവിതങ്ങളുണ്ട്. പക്ഷേ ഇടയ്ക്കൊരു മഴ പെയ്യുമ്പോൾ, കാറ്റിൽ പുഴക്കടവിലെ ഓർമ്മകൾ കടന്നുപോകുമ്പോൾ അഞ്ജലിയുടെ മനസ്സിൽ ഒരു നേർത്ത നോവ് വരും. അപ്പുവിന്റെയും. ഒരിക്കൽ തങ്ങളുടേതായിരുന്ന ഒരു മഴവില്ലുപോലെ വർണ്ണാഭമായിരുന്ന ആ പ്രണയബന്ധം ഓർമ്മകളിൽ ഒരു നൊമ്പരമായി ഇന്നും അവശേഷിക്കുന്നു. ചില പ്രണയങ്ങൾ അങ്ങനെയാണ്. അവ എന്നേക്കുമായി ഒന്നിപ്പിക്കപ്പെടില്ലെങ്കിലും മനസ്സിൽ ഒരിക്കലും മായാത്തൊരു ചിത്രം വരച്ചിട്ട് കടന്നുപോകും.